ഇന്ന് ഏപ്രിൽ 24 9 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ബോളിവുഡിൽ നിന്നുള്ള വിദ്യുത് ചെമ്പാൽ നായകനെത്തിയ ക്രാക്ക് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഏപ്രിൽ 26 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമാണ് നിലവിൽ നാം OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മങ്കി മാൻ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം ഇപ്പോഴത്തെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തേത് ഈ വർഷത്തിലെ തന്നെ വലിയ വിജയം നേടിയെടുത്ത തെലുഗു സിനിമകളിൽ ഒന്നായ ടില്ലു സ്ക്വയറിന്റെ അപ്ഡേറ്റ് ആണ്. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഏപ്രിൽ 26 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ തെലുഗു സിനിമ തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിലായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാകുക. അടുത്ത അപ്ഡേറ്റ് ഈ ആഴ്ച OTT റിലീസിന് ഒരുങ്ങുന്ന നെറ്റ്ഫ്ലിക്സിന്റെ കൊറിയൻ സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഗുഡ് ബൈ എർത്ത് എന്നാണ് സീരീസിന്റെ പേര്. ഈ ആഴ്ച ഏപ്രിൽ 26 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. അഞ്ചാമത്തേത് വീണ്ടും ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഭീമ എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ തെലുഗു സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഏപ്രിൽ 25 OTT റിലീസ് ചെയ്യുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് പ്ലാറ്റ്ഫോം. നിലവിൽ തെലുഗു പതിപ്പ് മാത്രമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഭാഷകളുടെ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. DDD എന്നൊരു സീരീസ് ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ദിൽ ദോസ്തി ഡിലേമ എന്ന ആമസോൺ പ്രൈമിന്റെ ബോളിവുഡ് സീരീസ് ഹിന്ദി ഭാഷയിൽ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഏപ്രിൽ 25 OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിൽ നിന്നും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി ഡീസന്റ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ് ജനനം. 1947 പ്രണയം തുടരുന്നു എന്ന സിനിമ. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമയുടെ ടെലിവിഷൻ പ്രീമിയറിന് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോയിലെ 8ാമത്തെ അപ്ഡേറ്റ് വിജയ് ദേവരകൊണ്ട നായകനായി എത്തിയ ഫാമിലി സ്റ്റാറിന്റെ അപ്ഡേറ്റ് ആണ്. ഈ മാസം ഏപ്രിൽ ആദ്യ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ്, മൃണാൾ താക്കൂർ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്തമായിരുന്നു. ആമസോൺ പ്രൈമിലൂടെ മെയ്യിലെ ആദ്യ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഈ ആഴ്ച ഏപ്രിൽ 26 ആമസോൺ പ്രൈമിലൂടെ സിനിമ റെന്റ് ഓപ്ഷനിൽ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ അതൊരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. ഈ ആഴ്ച സിനിമ വരികയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ അപ്ഡേറ്റിനായിട്ട്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ഉണ്ടാകുന്നതാണ്. ആടുജീവിതം മലയാളത്തിലെ 150 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത മൂന്നാമത്തെ സിനിമയാണല്ലോ. പൃഥ്വിരാജ് നായകനെത്തിയ ബ്ലസി സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ മെയ് അവസാനത്തോടെ സിനിമ OTT റിലീസ് ചെയ്യും. മഞ്ഞുമൽ ബോയ്സിന് ശേഷം മെയ് മാസം 24 ദി ഗോട്ട് ലൈഫ് OTT റിലീസ് ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്കായിട്ട് ഇനിയും ഏകദേശം ഒരു മാസത്തോളം കാത്തിരിക്കണം. പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്ന ആടുജീവിതം OTT റിലീസിനായിട്ട് കാത്തിരിക്കാം.